സാറേ, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ ഈ ഉത്സവം ഇപ്പോൾ ഓവറായിരിക്കുകയാണ്. അത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്നതായി മോദി ഉൾപ്പെടെയുള്ളവർ മുൻകാലങ്ങളിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അതിനുള്ള അംഗീകാരം മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുകയാണ്. ഈ തീരുമാനം എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, മോദിയുടെ കീഴിൽ ഇപ്പോൾ നമ്മളതിനെ ചരിത്രപരമായിട്ട് തന്നെ കാണണം. നടന്നു വരുന്നത് ഒരു ഡെവലപ്മെൻ്റ് അല്ല, വികസനമെന്ന് മാത്രം നമുക്കതിനെ പറയാൻ പറ്റില്ല. ഒരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു വലിയ ദിശാമാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ 2000 രൂപയുടെ നോട്ട് നിരോധിച്ചതിനെ പറ്റി ഇപ്പോഴും വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ആ 2000 നോട്ട് നിരോധിച്ചതോടുകൂടി പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിണാമം, ഒരു കടൽമാറ്റം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായി. എന്താണത്? ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഏത് മാടക്കടയിൽ പോയാലും എന്തെങ്കിലും ഒരു സാധനം, വില കുറഞ്ഞ സാധനങ്ങൾ 10 രൂപയുടെ ആയാലും ശരി, നമുക്കിന്ന് ക്യാഷ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ക്യാഷ്ലെസ് ഇക്കോണമി ആയി മാറിക്കഴിഞ്ഞു. നോക്കൂ, അത് നിങ്ങളൊരു ഗൂഗിളിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് തന്നെ പേ ചെയ്യാം. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നിരക്ഷരെന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ പോലും ഇന്ന് ആ ഡിജിറ്റൽ സൗകര്യം ഉപയോഗിച്ച് സാമ്പത്തിക വിദഗ്ധർ കളിയാക്കുകയാണ് ചെയ്തത് തീരുമാനത്തെ. തോമസ് ഐസക്കും കളിയാക്കി. ഇന്നിപ്പോൾ എത്ര ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ ഒന്നും നിങ്ങൾക്ക് ഇതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് അല്ല, വ്യവസായമല്ല, ചെറിയ ബിസിനസ്. നിങ്ങൾക്ക് പണമൊന്നും വേണ്ട, ഇത് മതി. ഇതും വെച്ചുകൊണ്ട് ഒരു പൈസ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും പോക്കറ്റ് അടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു. എനിക്കിപ്പോൾ താങ്കൾക്ക് കുറച്ച് പണം തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല, ATM പോകേണ്ട കാര്യമില്ല, ഇതിൽ കൂടി തന്നെ തരാം. അത് താങ്കൾക്ക് ഗൂഗിൾ പേ ആയിട്ട് കൊടുക്കാനും പറ്റും. ക്യാഷ്ലെസ് ഇക്കോണമിയുടെ ആ ഓപ്പറേഷൻ വളരെ ഫലപ്രദം. ഇത് പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചെടുത്ത് റിസ്ക് എടുത്തുകൊണ്ട്, ഒരു രാഷ്ട്ര നേതാവാണെങ്കിൽ റിസ്ക് എടുക്കാൻ ഉള്ള വിൽ പവർ വേണം. ആ വിൽ പവർ മോദിക്കുള്ളതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെയാണ് പിന്നെ GST എന്ന് പറയുന്നത്. അതുവരെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തൊടാൻ മടിച്ച് ഒന്നിലേക്ക് വന്ന് ഇപ്പം എത്ര കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അധികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇൻകം ടാക്സും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഒരു ടാക്സും പേ ചെയ്യാതിരുന്ന ആൾക്കാരുടെ എല്ലാ അക്കൗണ്ടുകൾ സുതാര്യമായി. അതാണ് ഈ 2000 നോട്ടിൻ്റെ ക്യാഷ് ഇല്ലാതാക്കിയതോടുകൂടി സംഭവിച്ചത്. ബാങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി, കള്ളപ്പണം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കൊണ്ടിരിക്കാൻ പറ്റില്ല, ബാങ്കിലിടേണ്ടി വരും. ബാങ്കിലിടേണ്ടി വരുമ്പോൾ പാനുമായിട്ട് അത് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ പണം ഇട്ട് കഴിഞ്ഞാൽ അതിനെല്ലാം ടാക്സ് കൊടുക്കേണ്ടി വരും. ബാങ്കിൽ നിന്ന് തന്നെ അത് ഡിഡ്യൂസ് ചെയ്യും. ആ തരത്തിലൊരു ഇക്കോണമി ആയതോടുകൂടി അതുകൊണ്ടാണ് നമ്മുടെ വരുമാനം വളരെയധികം വർദ്ധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെയാണ് നമ്മുടെ രാജ്യം കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ച് കളയുന്ന ഒരു പ്രസ്ഥാനമാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് നമുക്കത് ഇല്ലാതിരിക്കാനും പറ്റുകയില്ല. അത് ആവശ്യമാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ വയനാട് പാക്കേജ് നടപ്പാക്കാൻ എന്തുകൊണ്ടാണ്? വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടാണ്? റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് വന്നു, തീരുമാനമെടുക്കാൻ പറ്റില്ല, ഗവൺമെൻറ് അവിടെ ഹാൻഡിക്യാപ്ഡായി. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അപരിഹാര്യമായിട്ടുള്ള ആ ദുരന്തത്തിന് വേണ്ട സഹായധനം കൊടുക്കാൻ പോലും കഴിയാതെ ഗവൺമെൻറ്റിനെ ഈ തെരഞ്ഞെടുപ്പ് കാലം അത്രയും 2 മാസത്തോളം അങ്ങനെ അവർക്ക് നോക്കുകുത്തികളായിരിക്കേണ്ടി വന്നു. ദുരിതം വർദ്ധിച്ചതാർക്ക? വയനാട്ടിൽ സ്വന്തം ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട അനാഥരായി തീർന്ന കുഞ്ഞുങ്ങൾ വരെ അതിൻ്റെ ദുരന്തം അനുഭവിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നതാണ്. കൗശലക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കും. അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി MP ഇവിടെ നിന്ന് ജയിച്ചിട്ട് അവിടെയും ജയിച്ചിട്ട് ഇവിടുത്തേതങ്ങ് സുരക്ഷിതമാണല്ലോ. ഇത് മുസ്ലിം വോട്ടുകൾ കൊണ്ട് ആര് വന്നാലും ജയിക്കാം കോൺഗ്രസിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് മിടുക്കനായിട്ട് പോയി. അവിടെ അദ്ദേഹം മത്സരിച്ച ഉത്തർപ്രദേശിലെ മണ്ഡലത്തിൽ വേണ്ടി നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഉറപ്പുള്ള ഈ സീറ്റ് പെങ്ങൾക്ക് കൊടുത്തിട്ട് താൻ യാദവന്മാരുടെ സഹായത്തോടു കൂടി ജാതി വോട്ട് നേടിയും സോറോസിൻ്റെ ധനം കൊണ്ട് നേടിയ ആ സീറ്റ് നിലനിർത്തി. അതാണ് സംഭവിച്ചത്. കൗശലം. ആ കൗശലത്തിൽ പ്രിയങ്ക ഗാന്ധി അതിനേക്കാൾ വോട്ട് നേടിക്കൊണ്ട് ഇപ്പോൾ കന്നി പാർലമെൻറ്റ് അംഗമായിട്ട് തീർന്നു. അതാണ് സംഭവിച്ചത്. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്
പെങ്ങളെ MP ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കൗശലത്തിന് കൊടുക്കേണ്ടി വന്നത്. അതുപോലെ MLA ആയിരിക്കുന്ന ആൾക്കാരെ MP ആയിട്ട് തിരഞ്ഞെടുത്ത് നയിക്കുക. കാരണം മറ്റാരെങ്കിലും നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. അല്ല അതെ മറ്റാരും നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് MP ആയിട്ട് പോയത്. അയാൾ നിന്നാൽ ജയിക്കും, വേറെ ആരെയും വെച്ചാൽ വിശ്വാസമില്ല. അതാണ് സംഭവം. അതുപോലെ തന്നെയാണ് രാധാകൃഷ്ണൻ MLA. ആ MLA അല്ലാതെ മറ്റാരും നല്ല അവിടെ തോറ്റുപോകും കൗശലം. അപ്പോൾ അവരുടെയൊക്കെ പാർട്ടികളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാ ഫണ്ട് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. നമുക്ക് ക്ഷേമ പെൻഷനായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകൾ, ആയുഷ്മാൻ പദ്ധതിക്കോ ഒക്കെ കിട്ടേണ്ട ഫണ്ടുകൾ അങ്ങനെ ദുർവ്യയം ചെയ്യപ്പെട്ടു പോകും. തെരഞ്ഞെടുപ്പിന് ആരും എതിരല്ല. ഭരണഘടന പറഞ്ഞിട്ടുള്ളത് എന്താ? 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ്. അതാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ മുൻ പ്രസിഡന്റ്, മുൻ രാഷ്ട്രപതി തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ഈ പരിഷ്കാരത്തിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, കേന്ദ്ര പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ നമുക്കിനി ഇതനുസരിച്ച് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നാണ്? ഏത് വർഷമാണ്? 2029. ആ 2029 എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് അങ്ങ് നടത്തുക. അപ്പോഴത്തേക്ക് സെൻസസും പൂർത്തിയാകും, പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ട്. അത് പൂർത്തിയാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ അവിടെ പറ്റുന്ന ഒരു കാര്യം എന്താ? ചില സംസ്ഥാനങ്ങളുടെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ്. ഉദാഹരണം കേരളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ 4 വർഷം എടുക്കാൻ ഒരു 30 ആവും. 2000 ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഇലക്ഷൻ 2031 5 വർഷം 26, 5, 31. യു ആർ റൈറ്റ്. അപ്പോൾ 31 നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഇത് പ്രകാരം ഏത് വർഷം നടക്കേണ്ടി വരും? പാർലമെൻറ്റ് നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 2029 നടക്കേണ്ടി വരും. അപ്പോൾ 2 വർഷത്തിൽ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അത് ആദ്യത്തെ ഒരു ഡാമേജ് മാത്രമാണ്. പക്ഷേ അത് ഈസി ആയിട്ട് നടക്കാൻ കഴിയില്ല കേട്ടോ. അതിനൊരു ഭരണഘടനാ ഭേദഗതി വേണം. അങ്ങനെ 18 ഭേദഗതികളുടെ പിൻബലത്തോടു കൂടി ഇത് വന്നു കഴിഞ്ഞാലുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ രാഷ്ട്രത്തിന് ലാഭിക്കാൻ കഴിയും. പാവങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ, പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ചിലവാക്കിക്കൊണ്ട്, പിന്നാക്കക്കാർക്ക്, ദളിതർക്ക്, യുവാക്കൾക്ക് ഒക്കെ വേണ്ടി ചിലവാക്കിക്കൊണ്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിന് സാർത്ഥകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും പണം പാഴാക്കി കളയേണ്ടതുണ്ടോ? എന്നാൽ ജനാധിപത്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ചില ഗവൺമെൻറ്റുകൾ അവരുടെ കാലാവധി തികയ്ക്കുന്നില്ല. അവർക്ക് ജനപിന്തുണ ഉണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിച്ചു കയറാമല്ലോ. അതല്ലേ അതിൻ്റെ ന്യായം? അത്രയേ ഉള്ളൂ. അതിന് ഭരണഘടന. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ പാർട്ടികൾക്കായിരിക്കുമോ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല? ഈ പ്രാദേശിക പാർട്ടികളെല്ലാം ചിലപ്പോൾ ഈ ഇലക്ഷന്റെ വലിയ കോലാഹലമായിരിക്കുമല്ലോ, സാമ്പത്തികമായാലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമ്മൾ നോക്കൂ, നന്ദത് തെരഞ്ഞെടുപ്പിൽ നന്ദത് പാർലമെന്റ് മണ്ഡലം മഹാരാഷ്ട്രയിൽ ഇപ്പം നടന്നല്ലോ. കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത്. പക്ഷേ അതിൻ്റെ അസംബ്ലി മണ്ഡലങ്ങളിൽ ആരാ ജയിച്ചത്? മുഴുവൻ ജയിച്ചത് BJP, NCP, അതായത് അജിത് പവാറിൻ്റെ NCP, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ശിവസേന, അത് അറിയാമല്ലോ, ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള അവരാണ് ജയിച്ചത് അവിടെ. അപ്പം ജനങ്ങൾ അതാതിൻ്റെ രീതി അനുസരിച്ച് പ്രവർത്തിക്കും. പാർലമെൻറ്റിലേക്ക് ഇന്നാളാണ് നല്ലത്, അതുപോലെ നിയമസഭയിലേക്ക് ഇന്നാരാണ് നല്ലത്, അവർ തീരുമാനിക്കും, വിധി എഴുതും. അതിനാണ് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് അപ്പോൾ EVM-ൻ്റെ അത് വെച്ച് ഒരു എന്താ പറയുക, മുങ്ങിച്ചാവാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നവർ അത് വെച്ചുകൊണ്ട് ഇത് ഇവിടെ അഴിമതി നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക, സുപ്രീം കോടതി പോയിരിക്കുക. ഒരു ലോക സ്റ്റാൻഡ് ഇല്ല. തോറ്റതിന് വീണടത്ത് കിടന്ന് വീണടം വിഷ്ണു ലോകം എന്ന് പറയുന്നത് പോലെ വീണടത്ത് കിടന്ന് വിദ്യ കാണിക്കുക, അതിനപ്പുറം യാതൊരു അർത്ഥവുമില്ല, നിരർത്ഥകമാണ്. ജനവിധി അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് അത് കഴിഞ്ഞാൽ അടുത്ത് പാസ്സാക്കാനിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡാണല്ലോ. അത് ഇത് വരട്ടെ, ഇതിന്റെ കാര്യം തീരട്ടെ. ഈ 18 ഭേദഗതി അല്ല, നമുക്ക് ഈ 5 വർഷം പ്രതീക്ഷിക്കാമോ അതിന്? അല്ല, ഇത് 18 ഭേദഗതി പാസ്സാവാൻ 2/3 ഭൂരിപക്ഷം വേണം. രാജ്യസഭയിലും വേണം, ലോക്സഭയിലും വേണം. അതാണ് വലിയൊരു ചലഞ്ചായിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ പ്രാവശ്യം ഈ ടെന്യൂവറിൽ, അതായത് ഇപ്പോഴത്തെ ഈ പാർലമെന്റിന്റെ ടെന്യൂവറിൽ നടക്കുമോ എന്നുള്ളത്
നമുക്ക് കണ്ടറിയേണ്ട കാര്യവുമാണ്. അങ്ങനെ പാസ്സാകുകയാണെങ്കിൽ ഉടൻ തന്നെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു. ഏകീകൃത സിവിൽ കോഡ് ഇപ്പോൾ തന്നെ പാസ്സാക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി പ്രയാസമാണ്, രാഷ്ട്രീയ താല്പര്യം. മറ്റേ ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭരണഘടനയെ ബഹുമാനിക്കുന്നവർ അത് അംഗീകരിക്കണം. JDU-വിന് എതിർപ്പില്ല, കൂടെയുള്ള TDP-ക്ക് എതിർപ്പില്ല, മറ്റൊരുപാട് കക്ഷികൾ ഇതിനെ അനുകൂലിക്കും. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും. ഒരു മതത്തിനും എതിരുമല്ല, അത് വരണം. ആ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടാൻ ഇത് വേണം. ഓരോ മതം അതിൻ്റെ രീതിയിൽ ഈ ഭരണഘടനയെ ദുരുപയോഗം ചെയ്യരുത്. ഭരണഘടനയെ ബഹുമാനിക്കുന്നവർ അതിനെ അംഗീകരിക്കണം. അതാണ് വേണ്ടത്. ജാതി മതമൊന്നുമില്ല അതിന്.